ജി സുധാകരന് UDF പിന്തുണ പ്രഖ്യാപിച്ചതിൽ അതൃപ്തി പുകയുന്നു. തീരുമാനത്തിൽ പ്രതിഷേധിച്ച KPCC ജനറൽ സെക്രട്ടറി MJ ജോബ് രാജിവെച്ചു. കോൺഗ്രസ് നേതാക്കളെ വേട്ടയാടാൻ നേതൃത്വം നൽകിയ ആളാണ് ജി സുധാകരനെന്നും സ്ഥാനാർത്ഥി നിർണയത്തിൽ മര്യാദ കാണിക്കണമെന്നും MJ ജോബ് വിമർശിച്ചു. പുന്നപ്പുരയുടെ മണ്ണിൽ അമ്പലപ്പുഴയിൽ ജനിച്ചു വളർന്ന ആളെന്നുള്ള നിലയിൽ എനിക്ക് മാനസികമായി അദ്ദേഹം പിന്തുണയ്ക്കുന്നോ വിജയിപ്പിക്കുന്നോ ഒക്കെ വലിയ കാര്യമായിരിക്കും. പക്ഷേ ഇന്നലകളിലുണ്ടായ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ വളരെ വിഷമം ഉള്ളൊരു കാര്യമാണ്. രഘുനാഥനാരായൺ വിവരങ്ങളുമായി ചേർന്നുണ്ട്. രഘു, നമ്മൾ ഇന്ന് രാവിലെ സംസാരിക്കുമ്പോഴും ഞാൻ ചോദിച്ചിരുന്നു, ഇതിൽ പാർട്ടിക്കുള്ളിൽ എന്തെങ്കിലും തരത്തിലുള്ള അസ്വാരസ്യങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ എന്നത്. എന്താണ് വിശദവിവരങ്ങൾ? ഭാരവാഹിയായിരുന്നു. ജില്ലയിലെ ഒരു എണ്ണം പറഞ്ഞ നേതാക്കളിൽ ഒരാളാണ്, ഒരു മുതിർന്ന നേതാക്കളിൽ ഒരാളാണ് MJ ജോബ്. അദ്ദേഹം ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം കഴിഞ്ഞ 40-ലധികം വർഷമായി ജില്ലയിലാകമാനം കോൺഗ്രസ് പ്രവർത്തകരെ വേട്ടയാടാൻ നേതൃത്വം നൽകിയ ഒരാളാണ് ജി സുധാകരൻ. പ്രത്യേകിച്ച് കുട്ടനാട് പോലെയുള്ള സ്ഥലങ്ങളിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായത് ജി സുധാകരനെ പോലെയുള്ള ആളുകളുടെ ഇടപെടൽ കൂടിയാണ് എന്ന് മാത്രവുമല്ല, ഏറ്റവും അവസാനം നടന്ന കോളേജ് തെരഞ്ഞെടുപ്പുകളിൽ പോലും ദേശക്കാരെ ആക്രമിക്കാൻ SFIക്കാരുണ്ടായിരുന്നു. അതിനെല്ലാം ഉത്തരവാദിത്തമുള്ള ഒരാൾ കൂടിയാണ് ജി സുധാകരൻ. അങ്ങനെയുള്ള ഒരു ജി സുധാകരനെ പാർട്ടിയിലേക്ക് അങ്ങോട്ട് പോയി സ്വീകരിക്കേണ്ട ആവശ്യമുണ്ട് എന്ന് മാത്രമല്ല, കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അമ്പലപ്പുഴയിൽ UDFിന് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യമായിരുന്നു. പല മണ്ഡലങ്ങളിലും 4 നൂറ്റാണ്ടിനധികം ശേഷം ഭരണം പിടിക്കുകയും ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത്, അമ്പലപ്പുഴ ജില്ലാ പഞ്ചായത്ത് സീറ്റടക്കം വിജയിക്കുകയും ചെയ്തു. അങ്ങനെ അനുകൂലമായ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് ജയിക്കാൻ പറ്റുന്ന ഒരു സീറ്റ് ജി സുധാകരനെ താരത്തിൽ വെച്ച് കൊടുക്കണോ എന്നുള്ള ചോദ്യമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. എന്ന് മാത്രവുമല്ല, ഇക്കാലം കൊണ്ട് കോൺഗ്രസ് പ്രവർത്തകരോട് ചെയ്ത കാര്യങ്ങൾക്കെല്ലാം ജി സുധാകരൻ മാപ്പ് പറയുമോ എന്നുള്ള ചോദ്യം അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. നേതാക്കൾക്കെതിരെയോ കോൺഗ്രസിന്റെ മറ്റു നയങ്ങൾക്കെതിരെ അദ്ദേഹം വിമർശനം ഉന്നയിക്കുന്നു. അദ്ദേഹത്തിന്റെ ഒരേ ഒരു പോയിന്റ്, അതായത് പാർട്ടി വിടാനുള്ള ഒരേ ഒരു കാരണം എന്ന് പറയുന്നത് ഈ ജി സുധാകരനെ പാർട്ടിയിലേക്ക് സ്വീകരിച്ചത് മാത്രമല്ല, അദ്ദേഹത്തിന് അമ്പലപ്പുഴ പാർട്ടിയിലേക്ക് സ്വീകരിക്കുക എന്നുള്ളത് പിന്തുണ നൽകുക. അമ്പലപ്പുഴ നിയമസഭാ മണ്ഡലത്തിൽ ജി സുധാകരന് പിന്തുണ നൽകി എന്ന് മാത്രവുമല്ല, ജില്ലയിൽ നിന്നുള്ള മുതിർന്ന നേതാക്കളോട് ആരും ഇക്കാര്യം ആലോചിക്കാതെ ഡൽഹിയിൽ നിന്നോ തിരുവനന്തപുരത്തു നിന്നോ തീരുമാനം പറഞ്ഞതിലുള്ള ഒരു അമർഷം കൂടിയാണ് അദ്ദേഹം രേഖപ്പെടുത്തുന്നത്. നിലവിൽ മറ്റു പാർട്ടിയിലേക്ക് പോകുന്നില്ല എന്ന് അദ്ദേഹം പറയുമ്പോഴും BJPയിൽ ചേരാനാണ് സാധ്യത കൂടുതൽ. ശരി.